ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആണ്. ബികോം 5th സെമ്മിലെ സിലബസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻകം ടാക്സിന്റെ ഏകദേശം ഒരു 200ഓളം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പല വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു സീരീസ് ആണ്. നിങ്ങൾക്ക് അത്രയും വീഡിയോ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇൻകം ടാക്സ് നല്ല രീതിയിൽ തന്നെ നല്ല 100 മാർക്കോണ് വാങ്ങി സ്കോർ ചെയ്യാൻ പാസ്സായി. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ലെങ്തിയാണ്. കാരണം എന്താ വെച്ചാൽ 2 മാർക്കിന്റെ ചോദ്യം നമ്മൾ പറയുമ്പോൾ അതിന്റെ കൺസെപ്റ്റൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസമാണോ എന്തോ ആവട്ടെ, നിങ്ങൾ കാണാൻ പഠിക്കേണ്ടിയില്ല, നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ഹു ഇസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എവരി പേഴ്സൺ whose total income exceed limit exempted limit is liable to pay income tax. During the previous year 1920, if assessee income exceeds 2,50,000, liable to pay income tax under that. Okay. ഒരു വ്യക്തിയുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ പോവുകയാണെങ്കിൽ, എക്സീഡ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ITR അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കണം. ഈ 2023-24 നമ്മുടെ ഈ പ്രാവശ്യത്തെ അസസ്മെന്റ്. അവിടുത്തെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 lakh ആണ്. 2.5 lakhന് മുകളിൽ പോവുകയാണെങ്കിൽ അദ്ദേഹം ടാക്സ് അടയ്ക്കണം. ബേസിക്കലി പറഞ്ഞാൽ അത്ര നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ഈ ഫോളോ സെയിം പ്രോസസ്. ഡയറക്ട് ടാക്സിൽ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഒരേ വ്യക്തിയിലാണ് പതിക്കുന്നത്. ഇൻഡയറക്ട് ടാക്സിൽ എന്താണ് പ്രത്യേകത? ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്ട് ഫോളോ ടു എൻഡ്സ്. ഇൻസിഡൻസ് ഒരു വ്യക്തിക്ക്, ഇമ്പാക്ട് ഒരു വ്യക്തിക്ക്. ഇൻഡയറക്ട് ടാക്സിലെ such as GST. ഇൻഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ എന്താ? GST. ഡയറക്ട് ടാക്സിന്റെ ഒരു എക്സാമ്പിൾ എന്താ? ഇൻകം ടാക്സ്. ഡയറക്ട് ടാക്സ് ഈസ് റിക്കവേർഡ് ഡയറക്ട്ലി ഫ്രം ദ അസസി. അസസിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡയറക്ട് ടാക്സ് കിട്ടും. എന്ന് വെച്ചാൽ അസസി ഒരു സാലറീഡ് എംപ്ലോയി ആണ്. അയാൾക്ക് സാലറി കിട്ടും. സാലറി ഒരു ഇൻകം ആണ്. ആ ഇൻകത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അസസി എന്ത് ചെയ്യണം? ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. എന്നാൽ ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ tax is recovered from who passes the burden to another person, ultimately borne by the consumer. Indirect tax in the cases, assessee ടാക്സ് അടയ്ക്കണം. എന്നാൽ ആരുടെ നിന്ന്? വേറൊരു വ്യക്തിയിൽ നിന്ന് മേടിച്ചു. നമുക്ക് എക്സാമ്പിൾ വ്യക്തമായിട്ട് പറയാം. ഒരു കടയിൽ നിന്ന് ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങി. ഒരു 10 രൂപയുടെ സോപ്പ്, അതിന് 2 രൂപ ടാക്സ് ഉണ്ട്. മൊത്തം 12 രൂപ ആര്? കൺസ്യൂമർ കടക്കാരന് കൊടുക്കുക. ഈ 12 രൂപയ്ക്കകത്ത് 2 രൂപ എന്താ? ടാക്സാണ്. ഈ ടാക്സ് കൺസ്യൂമറിൽ നിന്ന് കടക്കാരൻ വാങ്ങിച്ചെടുക്കാനുള്ള ബേർഡൻ ഉണ്ട്. ഈ കടക്കാരൻ ഇത് വാങ്ങിച്ചെടുത്ത് ഗവൺമെന്റിലേക്ക് ഈ 2 രൂപ അടയ്ക്കണം. ആരുടെ നിന്ന്? കൺസ്യൂമറിന്റെ നിന്ന് മേടിച്ചെടുത്ത്. ദാറ്റ് മീൻസ് കൺസ്യൂമർ ആണ് ഇവിടെ ടാക്സ് ബേർഡൻ അനുഭവിക്കുന്നത്. ഈ ബേർഡൻ റിക്കവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് മേടിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ചുമതല ആർക്കാ? കടക്കാർക്ക്. അതാണ് GST. ഇപ്പൊ കടക്കാരനാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. കാരണം എന്താ? രജിസ്ട്രേഷൻ എടുത്ത് അദ്ദേഹം ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അതാണ് അടുത്ത ചോദ്യം. ഇൻകം എന്താണ്? ടേം ഇൻകം. ഡിഫൈൻ ടേം ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് സെക്ഷനിൽ ഇൻകമിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് ചോദിക്കുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ആണ് ഇൻകം ടാക്സ് ഇൻകം ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ. ഇൻകം ഡെഫിനിഷൻ എങ്ങനെയാണ് അതിനകത്ത് പറയുന്നത്? എന്താണ്? ഇൻകം ഇൻക്ലൂഡ്സ് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഒരു ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, ബിസിനസ് ചെയ്തുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം, അതൊരു ഇൻകമാണ്. ഡിവിഡൻഡ്, നമ്മളൊരു ഷെയർ മേടിച്ചു, കമ്പനി ഒരു ഷെയർ ഇഷ്യൂ ചെയ്തു, അത് നമ്മൾ മേടിച്ചു, ആ ഷെയറിന്റെ
ആ ഷെയറിന്റെ മൂല്യം കൂടി, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു ലാഭം ഉണ്ടായി. ആ ലാഭം ഉണ്ടാകുമ്പോൾ നമ്മൾ മേടിച്ച ആൾക്ക് എന്ത് കൊടുക്കും? ലാഭവിഹിതം കൊടുക്കും. അതിന്റെ പേരാണ് ഡിവിഡൻഡ്. അതൊരു ഇൻകമാണ്. വോളണ്ടറി കോൺട്രിബ്യൂഷൻ ബൈ ട്രസ്റ്റ്, ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ്, എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെയിൽ ചെയ്യുമ്പോൾ, ഇൻകം ടാക്സിനകത്ത് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഗെയിൻ ഉണ്ടാകുന്നത് ക്യാപിറ്റൽ ഗെയിനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസ് പ്രോപ്പർട്ടി 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു, എന്നിട്ട് ഇതേ ഹൗസ് പ്രോപ്പർട്ടി 12 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ നമുക്ക് എത്ര രൂപ ലാഭമുണ്ട്? ഗെയിൻ ഉണ്ട്, 2 ലക്ഷം രൂപ. ഈ ഗെയിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി എന്താ? ക്യാപിറ്റൽ അസറ്റാ. ഇവിടെ സെയിൽ എന്താ? ഒരു ട്രാൻസ്ഫറാ. ഇവിടെ കിട്ടുന്ന ലാഭം എന്താ? ഗെയിനാ. ഓക്കെ. സാലറി. സാലറി എന്താടാ? സാലറി എന്താ? സാലറി എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയർ ജോലി ചെയ്യിപ്പിക്കുന്ന ആള് എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് സാലറി. വാല്യൂ ഓഫ് എനി പെർക്വിസിറ്റ്. അടുത്ത എന്താണ്? വാല്യൂ ഓഫ് എനി പെർക്വിസിറ്റ് എന്ന് വെച്ചാൽ എംപ്ലോയർ സാലറിക്ക് പുറമെ കൊടുക്കുന്ന എന്തെങ്കിലും ഇതാണ് പെർക്വിസിറ്റ്. അലവൻസും അത് തന്നെയാണ്. എനി സം ചാർജ് അണ്ടർ ദ ഹെഡ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. എനി സം, ഏതേലും ഒരു ഗെയിൻ അല്ലെങ്കിൽ ഒരു ഇൻകം ബിസിനസ്സിനകത്ത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താടാ? ഇൻകവാ. ഇൻകത്തിന്റെ ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡ് തന്നെയാ. ഓക്കെ. അടുത്ത് എനി കീമാൻ സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. അതെന്താടാ? കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എ ബി സി എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേം ഉണ്ടെന്ന് കരുതിക്കോ. എ ബി സി എന്ന് പറയുന്ന ഒരു പാർട്ണർഷിപ്പ് ഫേം. ഇവിടെ എ പാർട്ണർ, ബി പാർട്ണർ, സി മാത്രമാണ്. ബി എന്ന് പറയുന്ന ഒരു പാർട്ണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഫേം ഒക്കെ നടത്തുന്നത്. എ ബി സി ലിമിറ്റഡ് അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഫേം ഉണ്ട്. ഈ ഫേം നടത്തുന്ന ആരാ? ബി എന്ന് പറയുന്ന പാർട്ണർ. ബി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ഓർ ബി ഇസ് ദ കീ മാൻ. കീ മാൻ മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഇദ്ദേഹം തട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഈ ബിസിനസ് മൊത്തം കൊളാപ്സ് ആവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? ബിയുടെ പേരിൽ എന്തെടുത്തു? എ ബി സി എന്ന് പറയുന്ന കമ്പനി എടുത്തു, കീമാൻ ഇൻഷുറൻസ് പോളിസി എടുത്തു. ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. ഇൻഷുറൻസ് പോളിസി ആരുടെ പേരിലെടുത്തു? കീമാനായ ബിയുടെ പേര്. അതുകൊണ്ടാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. അപ്പൊ ഈ ഇൻഷുറൻസ് പോളിസി മെച്യൂർ ആയി കഴിയുമ്പോൾ എ ബി സി ലിമിറ്റഡ് അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്ത് കിട്ടും? ഇൻഷുറൻസ് എമൗണ്ട് കിട്ടും. അല്ലെങ്കിൽ ഇൻഷുറൻസ് എമൗണ്ട് കിട്ടുക, ഇൻഷുറൻസ് പ്രീമിയോടെ കൂട്ടിയുള്ള എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻകം ആയിട്ടാണ് ഇൻകം ടാക്സിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ഗിഫ്റ്റ് റിസീവ്ഡ് അതർ ദാൻ ഫ്രം എ റിലേറ്റീവ് എക്സീഡ് 50,000. ഒരു റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് ഇൻകം കിട്ടിയാൽ, റിലേറ്റീവ് കയ്യിൽ നിന്ന് ഇൻകം കിട്ടിയാൽ ഒരു 50,000 രൂപ ഇൻകം കിട്ടിയാൽ അത് ടാക്സബിൾ അല്ല. എന്നാൽ നോൺ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് ഇൻകം കിട്ടിയാൽ അത് ടാക്സബിൾ ആണ്. 50,000 രൂപയ്ക്ക് മുകളിൽ ഒരു നോൺ റിലേറ്റീവിന് കയ്യിൽ നിന്ന് ഇൻകം കിട്ടിയ ടാക്സബിൾ എന്ന് വെച്ചാൽ, നീ അബി എന്ന് പറയുന്ന ആള് ബിജു എന്ന് പറയുന്ന വ്യക്തിക്ക്, അബിയും ബിജുവും ഫ്രണ്ട്സാണ്, ഒരു 60,000 രൂപ കൊടുത്തു. ആ 60,000 രൂപ ഇൻകമായിട്ട് ഇൻകം ടാക്സിനകത്ത് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന ഹെഡിൽ അത് ചാർജ് ചെയ്യും. എന്നാൽ അബി എന്ന് പറയുന്ന ഫ്രണ്ട് വേണ്ട, അബിയുടെ മോള് ആയ സുജ മോളാണ്. ഈ സുജയ്ക്ക് ഒരു 60,000 രൂപ കൊടുത്തു. ഓക്കെ, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഓക്കെ, ആ ഗിഫ്റ്റ് ടാക്സബിൾ അല്ല. അതാണ് പറയുന്നത് നോൺ റിലേറ്റീവ് അതർ ദാൻ ഫ്രം റിലേറ്റീവിന്റെ നിന്ന് കിട്ടുന്ന ഇൻകം 50,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ടാക്സബിൾ ആണ്, ഇൻകം ആണ്. റിസീപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളൊരു FD, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആ FDയിൽ നിന്ന് ഇൻട്രസ്റ്റ് വരത്തില്ല. എല്ലാ വർഷവും ഇൻട്രസ്റ്റ് 9% വരത്തില്ല. ആ 9%, 10 ലക്ഷം രൂപയ്ക്ക് FD ടു 9% 90,000. ആ 90,000 ഇൻകം ആയിട്ട് ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യും. അടുത്ത റെന്റ് ഫ്രം ഹൗസ് പ്ലോട്ട്. എനിക്കൊരു 3-4 വീടുണ്ട്.
ഇതെല്ലാം ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കാം. എക്ക് ഒരു 3-4 വീടുണ്ട്. ഇതെല്ലാം ഇദ്ദേഹം എന്ത് ചെയ്യുക, വാടകയ്ക്ക് കൊടുത്തേക്കാം. ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഇദ്ദേഹത്തിന് റിട്ടേൺ എന്തൊക്കെ കിട്ടുന്നുണ്ട്, റെന്റ് കിട്ടുന്നുണ്ട്. 10,000 രൂപ വെച്ച് റെന്റ് കിട്ടുന്നുണ്ട്. ഈ 10,000 രൂപ വെച്ച് 3 പേരുടെ കിട്ടത്തില്ല, 3 വീടിൽ നിന്ന് കിട്ടും. ആ 30,000 രൂപ ഇൻകം ആയിട്ടാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. അത് ഇൻകമാണ്. അടുത്ത ക്യാഷ് ഇൻകം, ലൈക്ക് വിന്നിങ് ഫ്രം ലോട്ടറി. ക്യാഷ് ഇൻകം എന്ന് പറയുമ്പോൾ ക്യാഷ് ഇൻകം എന്ന് പറയുന്നത് വേറൊരു ക്വസ്റ്റിനും കൂടിയാണ്, ഞാൻ ഇവിടെ പറഞ്ഞു പോവാം. ക്യാഷ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ, ക്യാഷ് ഇൻകം എന്ന് പറഞ്ഞാൽ റെക്കറിങ് ആയ ഒരു ഇൻകം അല്ല, നോൺ റെക്കറിങ് ഇൻകം ആണ്. അത് സ്ഥിരമായിട്ട് കിട്ടുന്നതല്ല, ഒരു കാഷ്വൽ നേച്ചറാണ്, വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. ലോട്ടറി അടിക്കുക എന്ന് ലോട്ടറി അടിക്കുക, നോ. എന്നും ഗ്യാമ്പിൾ ചെയ്താൽ ലാഭം കിട്ടും, ഇല്ല. അപ്പൊ ഇവിടുന്ന് ഉള്ള ഇൻകം എന്ന് പറയുന്നത് റെക്കറിങ് അല്ല. പക്ഷെ സാലറി എന്താ, റെക്കറിങ് എന്നാ, എന്നും എല്ലാ മാസവും സാലറി കിട്ടും കിട്ടും. പക്ഷെ ഇതൊക്കെ എന്താ, ലോട്ടറിക്ക് എന്താ, ക്യാഷ്വൽ ഇൻകം. ഈ ഇൻകം എന്താണ്, ക്യാഷ്വൽ ഇൻകം എന്തായിട്ടാ, ഇൻകം ആയിട്ട് ഇൻകം ടാക്സ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 24 ഇൻകം ആയിട്ട് കാറ്റഗറി. ഇൻകം മേ ബി പോസിറ്റീവ്. ഓക്കെ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമുക്ക് നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ the aggregate income under 5 heads of income is termed as gross total income. Income of a person is computed under 5 heads: salary, income from house property, capital, income from associates. ഇൻകം ടാക്സിനകത്ത് ഇൻകം 5 തരത്തിലാണ്. ഒന്ന് ഒന്ന് 2, 3, 4, 5 തരത്തിലാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ഇൻകം ഫ്രം സാലറി, 2 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 3 ഇൻകം ഫ്രം PGBP, 4 ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, 5 ഇൻകം ഫ്രം അതർ സോഴ്സ്. 5 ഹെഡിൽ നിന്നാണ്. ഏത് ഇൻകം കിട്ടിയാലും, ഇൻകം ടാക്സിനകത്ത് പറയുന്ന ഏത് ഇൻകം കിട്ടിയാലും ഈ 5 ഹെഡിൽ ഏതിലേലും ഒന്ന് വരും. ഈ 5 ഹെഡിലെയും ഇൻകം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇവിടെ ഒരു 1 ലക്ഷം ഉണ്ട്, ഇവിടെ 2 ലക്ഷം ഉണ്ട്, ഇവിടെ ഒരു 3 ലക്ഷം ഉണ്ട്, ഇവിടെ 2 ലക്ഷം ഉണ്ട്, ഇവിടെ ഒരു 10 ലക്ഷം ഉണ്ട്. ഈ 5 ഹെഡിലെ ഇൻകം ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിന് പറയുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇവിടെ 1 ലക്ഷം, ഇപ്പൊ ഇവിടെ എത്രയാ, 1 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 3 ലക്ഷം, 3 ലക്ഷം, 6 ലക്ഷം, 6 ലക്ഷം, 2 ലക്ഷം, 8 ലക്ഷം, 8 ലക്ഷം പ്ലസ് 10 എത്രയാടാ, 18 ലക്ഷം. ഗ്രോസ് ഇവിടെ 18 ലക്ഷം. ഇൻകം ടാക്സിനകത്ത് 5 ഹെഡ് ഉണ്ട്. ആ 5 ഹെഡിൽ നിന്ന് ഏതൊക്കെയാണ് ഹെഡ്, നിങ്ങൾ പറഞ്ഞുള്ളൂ, സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡിൽ നിന്നും കിട്ടുന്ന ഇൻകം ടോട്ടൽ ചെയ്യുമ്പോഴാണ് ഗ്രോസ് ടോട്ടൽ. അടുത്താണ് വാട്ട് ഈസ് ടാക്സബിൾ ഇൻകം ഓർ ടോട്ടൽ ഇൻകം. Total income means amount left after making deduction and ITC to ATU. Total means gross total income minus deduction. നമ്മൾ പറഞ്ഞു ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ഹെഡിലെ ഇൻകം കൂട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. പഠിച്ചല്ലോ, പഠിച്ചു. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ, ഗവൺമെന്റ് അനുസരിച്ചിരിക്കുന്ന 80C മുതൽ 80U വരെ സെക്ഷനുള്ള ഡിഡക്ഷൻ കുറക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം, അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ നെറ്റ് ടോട്ടൽ ഇൻകം. 3 പേര് പറയാം. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം? എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടി. ഡിഡക്ഷൻ അണ്ടർ C to 80U എന്ന് വെച്ചാൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്നും പറയും. ചാപ്റ്റർ 6A ഡിഡക്ഷൻ. ഇവിടെ ഒരു 2 ലക്ഷം ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം വന്ന് 80U വരെയുള്ള ഡിഡക്ഷൻ 2 ലക്ഷം കുറച്ച് കഴിയുമ്പോൾ ബാക്കി എത്ര, 8 ലക്ഷം. ഈ 8 ലക്ഷമാണ് ടാക്സബിൾ ഇൻകം. ഇൻകം ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ ടോട്ടൽ ഇൻകം. ഓക്കെ. ഇൻകം, ഈ ടോട്ടൽ ഇൻകത്തിന്റെ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകത്തിന്റെ ബേസിസിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം ടാക്സിലെ ടാക്സ് കാൽക്കുലേറ്റ്. അടുത്ത എന്താണ് ക്യാഷ് ഫ്ലോ? ഞാൻ ഓൾറെഡി ക്യാഷ് ഇൻകം എന്ന് പറയുന്നത് എനി റെസീപ്റ്റ് വിച്ച് ഇസ് ക്യാഷ്വൽ ഓർ നോൺ റെസീപ്റ്റ്, ഒരു നോൺ റെക്കറിങ് നേച്ചറുള്ള, നോൺ റിപ്പീറ്റിംഗ് നേച്ചറുള്ള ഇൻകമാണ് ക്യാഷ് ഇൻകം. ക്യാഷ് ഇൻകത്തിന് എക്സാമ്പിൾ ഒക്കെ എന്താ, ഇൻകം ഫ്രം ലോട്ടറി, വല്ലപ്പോഴും വല്ല കിട്ടുന്ന ക്രോസ് ഇൻകം ഫ്രം കോഴ്സ് ബിസിനസ്, ഇൻകം ഫ്രം ഹോൾസെയിൽസ്, ഇൻകം ഫ്രം കാർഡ് ഗെയിംസ്, ഇൻകം ഫ്രം ഗാംബ്ലിംഗ് ഓർ ബെറ്റി. ഈ ഇൻകം എല്ലാം ഏത് ഹെഡിലാണ് പോകുന്നതെന്ന് അറിയോ? ഇൻകം ഫ്രം സോഴ്സിലാണ്. ഓക്കെ. അടുത്തത്
വാട്ട് ഈസ് അസസ്മെന്റ്? നമുക്ക് വായിച്ചു വെക്കാം. Assessment means period of 12 months starting from April to 31st March of this year. Assessment of 2020 which commenced on the April 1, 2020 and ends on the March 30. Income of previous year of assessment is taxed during the assessment year. Every person is liable to pay tax and the act shall file return of income and files are processed by the income tax office. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു 12 മാസം വരും. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം 31 മാർച്ച് വരെ. ഈ ഏപ്രിൽ 1 2022 ഈ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്ത ഇത് 2023 നിൽക്കും. ഓക്കെ, അടുത്തത് എന്താ? ഇൻകം ഓഫ് പ്രീവിയസ് ഓഫ് അസസീസ് ടാക്സ് ഡ്യൂറിംഗ് ദ അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് ചെയ്യുന്നത് അസസ്മെന്റ് പീരീഡിലാണ്. കഴിഞ്ഞ വർഷത്തെ ഇൻകം ഈ വർഷമാണ് ടാക്സ് ചെയ്യുന്നത്. ഇൻകം ടാക്സിലെ പ്രീവിയസ് ഇയറിലുള്ള ഇൻകം അസസ്മെന്റ് ഇയറിൽ ആണ് ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, എവറി പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു ബി ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ഫയൽ റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് ദീസ് റിട്ടേൺ ആർ പ്രോസസ്ഡ് ബൈ ഇൻകം ടാക്സ് ഓഫീസർ. ഈ അസസ്മെന്റ് ഇയറിലാണ് പ്രീവിയസ് ഇയറിൽ ഇൻകം ടാക്സ് ചെയ്യേണ്ടത്. ഈ അസസ്മെന്റ് ഇയറിലാണ് പ്രീവിയസ് ഇയറിൽ ITR ഫയൽ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഈ അസസ്മെന്റ് ഇയറിലാണ് പ്രീവിയസ് ഇയറിലെ ITR ഇൻകം ടാക്സ് ഓഫീസർ നോക്കുന്നത്. ഓക്കെ, അടുത്ത ടേം പ്രീവിയസ് ഇയർ. നമ്മൾ പറഞ്ഞു അസസ്മെന്റ് എന്താടാ അസസ്മെന്റ് ഇയർ എന്താ? ഇത് നമ്മൾ പ്രീവിയസ് ഇയർ എന്താ? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 3 ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഡെഫിനിഷൻ സെക്ഷൻ 3യിലാണ് പ്രീവിയസ് ഇയർ ഇൻകം ടാക്സിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇൻകം ഏർഡ് ഇൻ എ പർട്ടിക്കുലർ ഈസ് ടാക്സബിൾ ഇൻ നെക്സ്റ്റ് ഇയർ. ഇൻകം ഏർഡ് ഇൻ എ പർട്ടിക്കുലർ ഈസ് ടാക്സ് എന്ത് ചെയ്യുക? 2020, 2021, 2022. ഇതെന്താ അസസ്മെന്റ് ഇയർ? ഇതെന്താ പ്രീവിയസ് ഇയർ? ഈ ഇയറിലെ ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് ചെയ്യുന്നത് എന്നാടാ? ടാക്സ് ചെയ്യുന്നത് അസസ്മെന്റ് ചെയ്യില്ല കേട്ടോ, അസസ്മെന്റ് ചെയ്യില്ല. The year of income is earned is known as previous year. Next year in which income is taxable is known as assessment year. Other words, previous year is financial year immediately preceding the assessment year. Assessment year മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയർ ആണ് പ്രീവിയസ് ഇയർ. ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഉണ്ടാക്കിയ ഇൻകം അസസ്മെന്റ് ഇയറിൽ നമുക്ക് ടാക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാ ടേം അസസി. നിങ്ങളൊന്ന് വായിച്ചു ചോദിക്കാതെ. അസസി എന്താന്ന് ഡിഫൈൻ ചെയ്യാം. ഒന്നുമില്ല. അസസി എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് നോക്കാം. എവരി ടാക്സ് പെയർ ഇസ് അസസി. എല്ലാ ടാക്സ് പെയറും ആരാടാ? ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ ആരാടാ? അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സിൽ എന്താടാ പേര് പറയുന്നത്? അസസി എന്നാ പറയുന്നത് കേട്ടോ. ആസ് പെർ സെക്ഷൻ 2 എല്ലാ ഡെഫിനിഷനും മിക്കവാറും സെക്ഷൻ 2-നകത്താണ് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. പേഴ്സൺ ഹു ഇസ് ലയബിൾ ടു പേ ടാക്സ് ഓർ അതർ സം ഓഫ് മണി ഈസ് പേബിൾ അണ്ടർ ദിസ് ആക്ട്. ആരാണോ ലയബിൾ ആയ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആവുന്ന വ്യക്തികൾ ആരാ? അസസി എന്നാ പറയുന്നത് കേട്ടോ. പിന്നെ അത് തിരിച്ചിട്ടുണ്ട്. ഓർഡിനറി അസസി എന്ന് തിരിച്ചിട്ടുണ്ട്, ഓർഡിനറി അസസി തിരിച്ചിട്ടുണ്ട്, അസസി ഇൻ ഡിഫോൾട്ട് എന്ന് തിരിച്ചിട്ടുണ്ട്, ഡീംഡ് അസസി എന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വാങ്ങുന്ന ഓർഡർ അസസി ആരാ? Any person against whom proceeding and income tax are going on, irrespective of fact whether tax on or other income is payable or him or not. Any person who has sustained loss on carry forward such loss and filed return of loss. ഓർഡർ അസസി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണ് അഗ്നിസ്റ്റ് ടു പ്രൊസീഡിങ്സ് അണ്ടർ ദ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഫാക്ട്. ഒരു ടാക്സ് അടയ്ക്കുന്നോ ഉണ്ടോ ഇല്ലയോ എന്നൊരു ഫാക്ടിനെ അനുസരിച്ചല്ല, ഇദ്ദേഹം ഇൻകം അടയ്ക്കണോ വേണ്ടിയോ എന്നൊരു ഫാക്ടിനെ അനുസരിച്ചല്ല. എ പേഴ്സൺ ഹു ഹാസ് സസ്റ്റെയിൻഡ് ലോസ് can carry forward such loss and filed the return of loss under section 130.
ഈ വർഷം ഈ അസസ്മെന്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ഇദ്ദേഹം ലോസ് ആണ് ഇൻകർ ചെയ്ത്, ഗെയിൻ ഒന്നും ഇൻകർ ചെയ്യില്ല, അതിനും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. എന്നിട്ട് ഈ ലോസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലേക്ക് ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഇയർ ഇൻകം കിട്ടുമ്പോൾ ഈ ക്യാരി ഫോർവേഡ്, ഇപ്പൊ 5 ലക്ഷം രൂപയുടെ ലോസ് ഉണ്ടായി, 5 ലക്ഷം നെക്സ്റ്റ് ഇയറിലേക്ക് മാറ്റി വെച്ചു. അപ്പൊ നെക്സ്റ്റ് ഇയറിൽ എന്ത്, ഈ 10 ലക്ഷം രൂപ ഇൻകം കിട്ടി, ആ 5 ലക്ഷം രൂപ ക്യാരി ഫോർവേഡ് ചെയ്തെന്ന് മാറ്റി വെച്ച എന്താ, നമ്മൾ ഇപ്പൊ കിട്ടി ഇൻകത്തിൽ എന്ന് പറയുന്നത്. അപ്പം പറയുന്ന 5 ലക്ഷം രൂപയ്ക്ക് ഈ വർഷം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അങ്ങനെയാണ് എന്റെ കളി. അടുത്ത എനി പേഴ്സൺ by whom some amount of interest or tax or penalty is payable under this act. എന്തോ ടാക്സ് ഇൻട്രസ്റ്റോ ഇദ്ദേഹം അടയ്ക്കണം. ഓക്കെ. എ പേഴ്സൺ ഹു ഇസ് എൻറ്റൈറ്റിൽഡ് ടു റീഫണ്ട് ടാക്സ് അണ്ടർ ദിസ് ആക്ട് ഈവൻ എക്സസ് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ്. എൻറ്റൈറ്റിൽഡ് ടു റീഫണ്ട് ടാക്സ് അണ്ടർ ദിസ് ഈവൻ എക്സസ് ടാക്സ് ഹാസ് ബീൻ പെയ്ഡ് എന്ന് വെച്ചാൽ എന്താ, ഇദ്ദേഹം എക്സസ് ടാക്സ് അടച്ചു, ഒരു 20,000 രൂപ ടാക്സ് അടച്ചാൽ മതിയാണ്, അദ്ദേഹം എത്ര അടച്ചു, 30,000 രൂപ അടച്ചു. അപ്പൊ എന്താ, 10,000 രൂപ എക്സസ് അടച്ചു. എക്സസ്, ഈ എക്സസ് ടാക്സിന് എൻറ്റൈറ്റിൽഡ് ആയ വ്യക്തിനെയും ഓർഡിനറി എസ് എസ് സി എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ എന്താ, ഓർഡിനറി. ഇനി എന്താ ഡീംഡ് എസ് എസ് സി? പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയുടെ ഇൻകത്തിന്, രണ്ട് വ്യക്തികളുണ്ട്, എം പി, മറ്റൊരു വ്യക്തിയുടെ ഇൻകത്തിന്, ഏടെ ഇൻകത്തിന് എ ആണ് ഇൻകം കിട്ടിയ ആള്, എന്നാൽ ടാക്സ് അടയ്ക്കുന്ന ഏതാരാ, ബി ആയിരിക്കും. എക്ക് 10,000 രൂപ ഇൻകം കിട്ടി, എന്നാൽ ടാക്സ് അടയ്ക്കുന്നത് ബി ആണ്. അങ്ങനെ എസ് എസ് സി ആണ് ആര്, ഡീംഡ് എസ് എസ് സി. ഡീംഡ് ടു ബി എസ് എസ് സി എന്ന് വെച്ചാൽ വിചാരിക്കുവാണ് അദ്ദേഹം എസ് എസ് സി. ഓക്കെ. ബൗണ്ട് ടു പേ ടാക്സ് ഇൻ സം അതർ പേഴ്സൺ. ഓക്കെ. സം അതർ പേഴ്സൺസ് ഇങ്ങനത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ടാക്സ് അടയ്ക്കുക. റെപ്രസെന്റേറ്റീവ് എസ് എസ് സി എന്ന് പറയും, ബിക്ക്. ബി ആണ് ടാക്സ് അടയ്ക്കുന്നത് എയുടെ ഇൻകത്തിന്. പേബിൾ ബൈ ഗാർഡിയൻ ഓഫ് ഇൻകം ഓഫ് മൈനർ, ലുനാറ്റിക് ഓർ ലീഗൽ പേഴ്സൺ. എന്താണ് പറഞ്ഞേക്കുന്നത്? എ എന്ന് പറയുന്നത് ഒരു മൈനർ അല്ലെങ്കിൽ ഒരു ബൊട്ടൻ, ലുനാറ്റിക്, തലയ്ക്ക് സ്ഥിരമില്ലാത്ത അൺസൗണ്ട് മൈൻഡുള്ള ആളാണ്. അങ്ങനെയുള്ള കേസിലൊക്കെ മൈനർ ആയിരിക്കും, മൈനർ എന്ന് വിചാരിച്ചു. ബി ആണ് ഫാദർ, ബിയുടെ സൺ ആണ് എ. പുതിയ 18 വയസ്സിന് മുകളിലായോ ഇല്ല. പക്ഷെ ഈ മൈനർ ഇൻകം, മൈനർ എന്തോ ഇൻകം സ്ഥിരമായിട്ടുണ്ടാക്കുന്നുണ്ട്. കച്ചവടം നടത്തിയോ, പാല് വിറ്റോ, എന്തോ ഇൻകം, എങ്ങനെയൊക്കെ പാട്ട് പാടിയോ, ഡാൻസ് കളിച്ചോ, അങ്ങനെ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പേരിലായി ടാക്സ് അടയ്ക്കേണ്ടതാരാ, ഇൻകം കിട്ടുന്നവർക്ക് 10K. പക്ഷെ ഇദ്ദേഹം 18 വയസ്സിന് മുകളിലല്ല, അതുകൊണ്ട് ഇദ്ദേഹം ടാക്സ് അടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബേർഡൻ ആർക്ക് കൊടുത്തു, ഫാദറിന് കൊടുത്തു. ഫാദർ ആരാ, ഡീംഡ് എസ് എസ് സി. ഓക്കെ. അടുത്ത അസസി ഇൻ ഡീഫോൾട്ട്. Assessee, a person who fails to comply the legal requirements or statutory duties under this act, not paid tax to the government or not filed his income tax return. ഏതോ ഒരു വ്യക്തി, ഈ വ്യക്തി എന്ത് ചെയ്തു, ഇൻകം ടാക്സിനകത്ത് ലീഗൽ പ്രൊവിഷൻ, ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും ഫോളോ ചെയ്തില്ല. അപ്പോ അദ്ദേഹത്തെ എന്താണ് ഇൻകം ടാക്സ് വിളിക്കുന്നത് അറിയോ, അസസി ഇൻ ഡീഫോൾട്ട്. അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, അദ്ദേഹം ഗവൺമെന്റിന് അടയ്ക്കേണ്ട ടാക്സ് അടച്ചിട്ടില്ല. അങ്ങനെയുള്ള കേസ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്താ, അസസി ഇൻ default. If a person fails to pay all or part of tax or both, if a person who is bound to deduct tax at source and remit amount to government does not so, employee is liable to deduct tax from salary of employee and same remit to the government. When he fails to do so, he becomes assistant default. The employer ആണ്, employer, the employee എന്ത് കൊടുക്കണം, എംപ്ലോയിക്ക് സാലറി കൊടുക്കണം. ജോലിക്ക് വെച്ചാണ് ജോലി എടുക്കുന്നത്. ഇദ്ദേഹം സാലറി കൊടുക്കുമ്പോൾ, എംപ്ലോയർ സാലറി കൊടുക്കുമ്പോൾ 10,000 രൂപ സാലറി കൊടുക്കുമ്പോൾ ഈ എംപ്ലോയർ ടി ഡി എസ് പിടിക്കണം. ചില കേസിലുള്ള ടി ഡി എസ് പിടിക്കണം, 2,000 രൂപ ടി ഡി എസോ മറ്റോ പിടിക്കണം. അല്ലെങ്കിൽ ശതമാനം പറയുമ്പോൾ ടാക്സിനകത്ത് പറയും. ഈ ടി ഡി എസ് പിടിച്ചിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയർ ഡയറക്ട്ലി ഗവൺമെന്റിന് അടയ്ക്കണം. ഗവൺമെന്റ് അടച്ചില്ലെങ്കിൽ എന്താ, അദ്ദേഹം അസസ്മെന്റ് ഡീഫോൾട്ട് എന്ന് പറയും. കാരണം അദ്ദേഹം ഒരു ലീഗൽ റിക്വയർമെന്റ് ഇൻകം ടാക്സ് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തില്ല. അസസ്മെന്റ് ഡീഫോൾട്ട് എന്നാ പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ബാക്കിയുള്ള ചാപ്റ്ററിൽ. ഇനി എന്താ റിട്ടേൺ ഓഫ് ഇൻകം, എല്ലായിടത്തും പറയും എന്താ റിട്ടേൺ ഓഫ് ഇൻകം. നമുക്ക് നോക്കാം.
Every person who has total income exceed exemption is liable to furnish tax return with the duty. Assessee has to furnish information related to taxable income, tax payable, tax paid, balance tax paid, or refund of tax. Detail of income under its gross total income. Deduction from gross total income. Return is filed during the assessment year. Last date of filing of return. Failure of filing result in penalty. ഇതെന്താ പറഞ്ഞേക്കുന്നത് ആദ്യത്തെ പോയിന്റ് നോക്കാം. Every income who has a total income that exceed exemption limit is liable to furnish income tax return with the due date. Every person who has total income, ആരൊക്കെ വ്യക്തിയാണോ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം, ഈ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ പോയാൽ, ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ പോയത് ഇപ്പൊ 2 ലക്ഷമാണ്, മുകളിൽ പോയാൽ എന്ത് ചെയ്യണം, അദ്ദേഹം ടാക്സ് അടയ്ക്കണം. അടുത്തത്, he has to furnish information related to his taxable income, tax payable, tax paid, balance tax payable or refund of tax. അദ്ദേഹം എന്ത് ചെയ്യണം, ISSC എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കുക, ഗവൺമെന്റിന് ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിനെ കുറിച്ചൊക്കെ, അടയ്ക്കേണ്ട ടാക്സ്, ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് ഇൻഫർമേഷൻ കൊടുക്കണം, ടാക്സ് പേയബിൾ ആയ ഇൻകം എത്രയാണെന്ന് ഇൻഫർമേഷൻ കൊടുക്കണം, ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്തത് എത്രയാണെന്ന് ഇൻഫർമേഷൻ കൊടുക്കണം, ബാലൻസ് ടാക്സ് എത്ര അടയ്ക്കണമെന്ന് ഇൻഫർമേഷൻ കൊടുക്കണം, ഗവൺമെന്റിന് കൊടുക്കണം. അതൊക്കെ വിടും. റീഫണ്ട് ടാക്സ് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ഇൻകം അണ്ടർ ഗ്രോസ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻ ഫ്രം ഗ്രോസ്. എന്താണ്, 5 ഹെഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 5 ഹെഡിലെ സമ്മാണ്, 5 ഹെഡിലെ സമ്മാണ്, അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കണം. ഡിഡക്ഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും കൊടുക്കണം. റിട്ടേൺ ഈസ് ഫയൽഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയറിൽ ആണ് ഇൻകം ഉണ്ടായെങ്കിൽ ഏത് ഇയറിലെ ടാക്സ് അടയ്ക്കേണ്ടത്, അസിസ്റ്റന്റ് ഇയർ. ഈ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന്റെ ടാക്സ് അസിസ്റ്റന്റ് ഇയറിൽ അടയ്ക്കണം. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഫയലിംഗ് റിട്ടേൺ ഈസ് 31st. സാധാരണക്കാരന് 31 ജൂലൈ, 31st ജൂലൈയിലാണ്, 31st ജൂലൈയിലാണ് ഡ്യൂ ഡേറ്റ്. എന്തിന്റെ ഡ്യൂ ഡേറ്റ്, ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂ ഡേറ്റ്. അടുത്ത, ഫെയിലിയർ ടു ഫയൽ റിട്ടേണിംഗ് റിസൾട്ട് ഇൻ പെനാൽറ്റീസ്. ഇനി ടാക്സ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, പെനാൽറ്റീസ്. ഇത്ര പോയിന്റ്സ് ആണ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന മാക്സിമം. ഓക്കെ, അടുത്ത സർചാർജ് എന്താണ്, വാട്ട് ഈസ് സർചാർജ്? സർചാർജ് അല്ലേടാ, സർചാർജ് എന്താ? സർചാർജ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടാക്സ് ഓൺ ടാക്സ് ആണ്. ടാക്സ് ഓൺ ടാക്സ് ആണ്, ടാക്സിന്റെ പുറമെ മറ്റൊരു ടാക്സ്. ആദ്യമേ നോർമൽ ഡേറ്റ് നമ്മളുടെ ടാക്സ് കണ്ടുപിടിക്കും, അതിന്റെ പുറമെ അതിനെ ഓവർ റൈഡ് ചെയ്ത് നമ്മൾ ടാക്സ്, അതിന്റെ പുറമെ ഒരു എക്സ്ട്രാ ടാക്സ് കൂടെ ആഡ് ചെയ്യും, അതിനാണ് സർചാർജ്. അതുകൊണ്ടാണ് അത് ടാക്സ് ഓൺ ടാക്സ് എന്ന്. നമുക്ക് നോക്കാം. ഇറ്റ്സ് ആൻ അഡീഷണൽ എമൗണ്ട് ക്രിയേറ്റഡ് ചാർജ് ഓൺ ടാക്സ് ഇഫ് ടോട്ടൽ ഇൻകം എക്സീഡ് 50 lakh. അത് എപ്പോഴാണ് ഈ സർചാർജ് വരുന്നത് ചോദിച്ചാൽ, നമ്മുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ, 50 ലക്ഷം രൂപ വരുവാണെങ്കിൽ പറ്റുമോ? 50 ലക്ഷം രൂപയാണ് ഇൻകം, സർചാർജ് വേണ്ട. 51 ലക്ഷമാണ്, സർചാർജ് വേണം. 50.5 ലക്ഷം, 50 lakh 50,000 ആണ്, സർചാർജ് വേണം. ഓക്കെ, 50 ലക്ഷം വരെയാണ് ഇൻകം, 50 ലക്ഷമാണ് ഇൻകം, സർചാർജ് വേണം, വേണ്ട. സർചാർജ് റേറ്റ് ഉണ്ട്. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഇൻകം എങ്കിൽ 10% ഇൻകം ടാക്സ് അടയ്ക്കും, സർചാർജ് അടിയണം. സാധാരണ ടാക്സ് റേറ്റിലൂടെ 1 കോടി മുതൽ 2 കോടി രൂപയാണെങ്കിൽ 15% സർചാർജ് ആഡ് ചെയ്യണം. 2 കോടി മുതൽ 5 കോടി 25% ആഡ് ചെയ്യണം. 5 കോടിക്ക് മുകളിലാണെങ്കിൽ 37% ആഡ് ചെയ്യണം. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത്, വാട്ട് ഡിഫൈൻ പേഴ്സൺ? ഇൻകം ടാക്സ് സാധാരണ നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തി അല്ലേ, പക്ഷെ ഇൻകം ടാക്സ് എന്ത് ചെയ്തു, പേഴ്സണിന് ഒരു ഡെഫിനേഷൻ കൊടുത്തു. ഈ പേഴ്സണ് ഇൻകം ടാക്സിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് ഇനി ഉറപ്പാവും. ഇൻക്ലൂസീവ് ഡെഫിനേഷൻ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണ്, ഒത്തിരി പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ ആൾക്കാർ മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ കേട്ടോ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഇൻകം ടാക്സിനകത്ത് എവിടെയെങ്കിലും വാക്കുണ്ടാ, നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് ഈ പേഴ്സൺ എന്ന് പറയുന്ന വാക്കിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് ആരൊക്കെയാ? ഇൻഡിവിജ്വൽ, സാധാരണ വ്യക്തി. അൺഡിവൈഡഡ് ഫാമിലി ഒരു പേഴ്സൺ ആയിട്ടാണ് കാറ്റഗറി. കമ്പനി, ഫേം, പാർട്ണർഷിപ്പ് ഫേം ഒക്കെ ഇല്ലേ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഓഫ് ബോഡി ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഓക്കെ, ലോക്കൽ അതോറിറ്റി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ.
ഇവയൊക്കെ ഒരു പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്തത് വാട്ട് ഈസ് അഗ്രികൾച്ചർ ഇൻകം? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, വാട്ട് ഈസ് അഗ്രികൾച്ചർ? അഗ്രികൾച്ചർ ഇൻകം ഇൻക്ലൂഡ്സ്, ഇവയൊക്കെയാണ് അഗ്രികൾച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണ്? റെന്റ് ഓർ റവന്യൂ ഫ്രം അഗ്രികൾച്ചർ ലാൻഡ് സിറ്റുവേറ്റഡ് ഇന്ത്യ. ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്, അഗ്രികൾച്ചർ സോറി വീടല്ലോ, അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, ഇപ്പോൾ ക്രോപ്പ് ഉണ്ടാക്കി കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന കിട്ടുന്ന റവന്യൂ, അത് അഗ്രികൾച്ചർ ഇൻകം. അല്ലെങ്കിൽ ലാൻഡ് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, റെന്റിന് കൊടുത്തു, അത് അവിടുത്തെ ആ റെന്റ് എന്ന അഗ്രികൾച്ചർ ഇൻകം. എനി ഇൻകം ഫ്രം കൾട്ടിവേഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, കൾട്ടിവേഷൻ നടത്തി കിട്ടുന്ന ഇൻകം ഇല്ല. എ പ്രോസസ് ക്യാരിഡ് ഓൺ ടു മേക്ക് ദ പ്രൊഡ്യൂസ് ഓർ റെന്റ് ഇൻ കൈൻഡ്, അഗ്രികൾച്ചർ ഇൻകം. സെയിൽ ഓഫ് പ്രൊഡ്യൂസ്, എന്തെങ്കിലും അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ചെയ്തുണ്ടാക്കിയിട്ട് വിറ്റു, അതും അഗ്രികൾച്ചർ. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി, അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ആ അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് അഗ്രികൾച്ചർ ഇൻകം. വാട്ട് ഈസ് ദ ടെസ്റ്റ് ടു ഡിറ്റർമിൻ അഗ്രികൾച്ചർ ഇൻകം? ഏതൊക്കെയാടാ? ഇൻകം ഡിറൈവ് ഫ്രം ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഇൻകം ലാൻഡ് മസ്റ്റ് ബി യൂസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. പക്ഷെ ലാൻഡ് എന്തായിരിക്കണം? അഗ്രികൾച്ചർ പർപ്പസിനായിരിക്കും യൂസ് ചെയ്യും. ടാക്സ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലായിരിക്കണം ടാക്സ്, സോറി ഇന്ത്യയിലായിരിക്കണം സിറ്റുവേറ്റഡ് ആവുന്നത്. ഓക്കെ, അടുത്തത് അടുത്ത് നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് 18ാമത്തെ ചോദ്യം നോക്കിയിട്ടൊന്ന് 19ാമത്തെ ചോദ്യം. വാട്ട് ഇസ് അഗ്രികൾച്ചർ, what is clubbing of agriculture income with the non-agriculture income? Agriculture is exempted from tax. Basically, agriculture ഇൻകത്തിന് ടാക്സ് അടയ്ക്കുന്ന, എക്സംഷൻ, ടാക്സേ അടയ്ക്കുന്ന. അതിനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു? ബുദ്ധിപരമായ കളി കളിച്ചു. എല്ലാവരെയും ഇങ്ങനെ ടാക്സ് അടയ്ക്കാതെ വെറുതെ വിടുവില്ല. അപ്പൊ എന്ത് ചെയ്തു? പ്രോസസ് ഓഫ് ആഡിങ് അഗ്രികൾച്ചർ വിത്ത് നോൺ അഗ്രികൾച്ചർ. ഇപ്പൊ സാലറി അല്ലെങ്കിൽ PG, PP ഒക്കെ നോൺ അഗ്രികൾച്ചർ ഇൻകം അല്ലേ? PG, PG, BP നോൺ അഗ്രികൾച്ചർ ഇൻകം അല്ലേ? ഈ ഇൻകത്തി ഈ ഇൻകം ഉണ്ട്, പിന്നെ അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്. ഈ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയും, എന്നൊരു വ്യക്തിയുണ്ട്, ഈ പുള്ളിക്ക് എന്ത് കിട്ടുന്നു? അഗ്രികൾച്ചർ ഇൻകം കിട്ടുന്നുണ്ട്, ഈ ഇൻകവും കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, when on agriculture exceeds the basic exemption limit and agriculture, sorry, income exceeds the 5,000 in the relevant previous year. ഇദ്ദേഹത്തിന്റെ അഗ്രികൾച്ചർ ഇൻകം ഒരു 6,000 രൂപ കൂടി, 5,000 രൂപയിൽ കൂടി ഒരു 6,000 രൂപയാണ്, 6K ആണ്. ഇദ്ദേഹത്തിന്റെ നോൺ അഗ്രികൾച്ചർ ബേസിക് എക്സംഷൻ ലിമിറ്റിന് മോളിലാണ്, എക്സീഡ് ചെയ്തു. ബേസിക് എക്സംഷൻ 2,00,000 രൂപ, അതിന് മോളിലാണെങ്കിൽ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. അഗ്രികൾച്ചർ ഇൻകവും നോൺ അഗ്രികൾച്ചറുടെ കൂടെ ക്ലബ് ചെയ്യും. നോൺ അഗ്രികൾച്ചർ ഇൻകം ക്ലബ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കണം. എന്ന് വെച്ചാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് ടാക്സ് അടയ്ക്കണം. അപ്പൊ അതിനെന്തോ, കാരണം അഗ്രികൾച്ചർ ഓൾറെഡി എക്സം ടാക്സ് അടയ്ക്കണ്ട. പക്ഷേ ഒരു വ്യക്തിക്ക് 6,000 രൂപ അഗ്രികൾച്ചർ ആയി കിട്ടുന്നുണ്ട്, 5,000 രൂപയ്ക്ക് മുകളിൽ അഗ്രികൾച്ചർ രൂപ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് 2,00,000 ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിൽ നോൺ അഗ്രികൾച്ചർ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ? അദ്ദേഹത്തിന്റെ എക്സംഷൻ ലിമിറ്റ് ഒക്കെ പോകും. അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ട മര്യാദയോ വേണ്ടെന്നുള്ള പരിപാടിയൊക്കെ മാറും. ഇത് രണ്ടോടെ അങ്ങ് കൂട്ടേണ്ടി വയ്ക്കും. ഓക്കെ, ഓക്കെ. അടുത്ത എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് CBD? സിമ്പിൾ ആ, 2 മാർക്ക് കിട്ടാൻ 2 മാർക്കിന്റെ ചോദ്യമാണ്. ഈ എങ്ങനെ എഴുതും? കാണാൻ പിടിച്ചാൽ മതി. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, 1 മാർക്ക് അപ്പൊ തന്നെ. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് ആൻഡ് ഇറ്റ് വർക്ക്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഒരു ഇൻകം ടാക്സിന്റെ ഹയസ്റ്റ് അതോറിറ്റിയാണ് ഇത്. ഫൈനാൻസ് ആക്ടിന് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ അണ്ടറിലാണ്. CBDT വർക്ക് ചെയ്യും. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ലോസ് ആൻഡ് റവന്യൂ വളരെ എളുപ്പമാണ്. ലോസ് വിച്ച് റിലേറ്റ് ടു ഫിക്സ്ഡ് അസറ്റ്, എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് വിൽക്കുമ്പോൾ ലോസ് ഉണ്ടായ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. എക്സാമ്പിൾ, ലോസ് മെയ്ഡ് ബൈ സെല്ലിംഗ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് വിൽക്കുമ്പോൾ ഉണ്ടായ ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റു അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആയി, അപ്പോൾ ഒരു ലോസ് ഉണ്ടായി. സെയിൽ ചെയ്തപ്പോൾ നഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് ഡിസ്ട്രോ ആയ നഷ്ടം ഉണ്ടായി.
അങ്ങനെയാണെങ്കിൽ എന്താണ് അത്? അതൊരു അതൊരു റവന്യൂ ലോസ്. ബാഡ് ഡെസ് ഇൻകേർഡ്. ഇപ്പോൾ ഗുഡ്സ് നമ്മൾ ഒരാൾക്ക് വിറ്റു, അയാൾ കാശ് തന്നില്ല. ഗുഡ്സ് ഒരാൾക്ക് വിറ്റു. ചെയ്യുമ്പോൾ എന്താ, മേടിക്കുന്ന ആളാരാ? ഡെപ്റ്ററാണ്. ഡെപ്റ്റർ ആരാ? നമുക്ക് അസറ്റാ. ഈ പുള്ളി എന്ത് ചെയ്തില്ല? കാശ് തന്നില്ല. ആ കാശ് എന്താവും? ബാഡ് ഡെപ്റ്റ് ആവും. അപ്പൊ എന്താവും? ഈ സെല്ലർക്ക് എന്താവും? അതൊരു ബാഡ് ഡെപ്റ്റ് ആവും. സെല്ലർക്ക് ഈ കാശ് ഒരു ബാഡ് ഡെപ്റ്റ് ആവും. ആ ബാഡ് ഡെപ്റ്റ് എന്താ? റവന്യൂ ലോസ്. ലോസ് സസ്റ്റൈൻ ഡ്യൂ ടു എംപ്ലോയ്മെന്റ് ആൻഡ് ബൈ എംപ്ലോയീസ് റവന്യൂ ലോസ്. ഓക്കെ.